ഓയോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡിഫയറുകളെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആൻഡ് മോഡിഫയറുകളാണ്. അതിന് മുൻപായി നമുക്ക് മോഡിഫയറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാം എന്താണ് മോഡിഫയർ എന്നുള്ളത്. സോ നമുക്ക് CPT കോഡുകളിൽ ചേഞ്ചുകളൊന്നും വരുത്താൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു ചെറിയ അഡീഷണൽ ആവശ്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ കോഡിൽ നിന്നും ഡിസ്ക്രിപ്ഷൻ്റെ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണമെങ്കിലോ നമ്മൾ ഈ പറയുന്ന CPT കോഡുകളിൽ ഹൈഫൺ ഇട്ടിട്ട് 2 ക്യാരക്ടർ കോഡുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ 2 ക്യാരക്ടർ കോഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡിഫയറുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൽ നമ്മൾ CPT മോഡിഫയറുകളുമുണ്ട്, HCPCS ലെവൽ 2 മോഡിഫയറുകളും ഉണ്ട്. ഓക്കെ, ഈ HCPCS ലെവൽ 2 മോഡിഫയറുകളും CPT മോഡിഫയറുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന എന്താ പറയുക, 2 ക്യാരക്ടർ കോഡുകളിൽ 2 നമ്പറുകളാണെങ്കിൽ അതിനെ CPT മോഡിഫയറുകളെന്നും, ഒരു ആൽഫബറ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ 2 ആൽഫബറ്റുകളാണെങ്കിൽ അതിനെ HCPCS ലെവൽ 2 മോഡിഫയറുകളെന്നും പറയുന്നു. ഫോർ എക്സാമ്പിൾ 22 2 നമ്പറാണ് അല്ലേ, അതിനെ നമ്മൾ CPT മോഡിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. RT 2 ആൽഫബറ്റ് ആണല്ലേ, അത് HCPCS ലെവൽ 2 മോഡിഫയറുകളാണ്. E1 ഒരു ആൽഫബറ്റ് ഒരു നമ്പർ, അപ്പോൾ അതിനെ HCPCS ലെവൽ 2 എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ 2 ക്യാരക്ടർ കോഡുകളാണ്, പക്ഷേ അതിനെ തന്നെ നമ്മൾ CPT മോഡിഫയറുകളെന്നും HCPCS ലെവൽ 2 എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന മോഡിഫയറുകൾ നമ്മൾ എവിടെയാണ് അതിൻ്റെ ഒരു നമുക്ക് ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ തന്നെ ഒരു ഇമേജാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ CPT മോഡിഫയറുകൾ എന്ന് പറയുന്നത് നമ്മുടെ CPT ടെക്സ്റ്റിലും HCPCS ലെവൽ 2 മോഡിഫയറുകൾ എന്ന് പറയുന്നത് HCPCS ലെവൽ 2ൻ്റെ ബുക്കിലും തന്നെയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുകൾ നമുക്കുള്ളത്. സോ CPTയുടെ ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CPTയിൽ നമുക്കറിയാം ഫസ്റ്റ് ഒരു ഇൻഡെക്സ് പാർട്ട് ഉണ്ട്. ഇൻഡെക്സ് പാർട്ടിൽ പോയിട്ട് അപ്പൻഡിക്സ് A എവിടെയാണെന്ന് ചെക്ക് ചെയ്താൽ ആ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ കാണാം. എല്ലാ CPT മോഡിഫയറുകളുടെയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, അതായത് 2 നമ്പർ കോഡുകളായിട്ടുള്ള എല്ലാ CPTയുടെയും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാണാം. ഇനി HCPCS ലെവൽ 2 ആണെങ്കിലോ ഈ ലെവൽ 2 മോഡിഫയറുകളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലെവൽ 2വിലെ അപ്പൻഡിക്സ് Bയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ CPT ആണെങ്കിൽ CPT ടെക്സ്റ്റിൽ അപ്പൻഡിക്സ് Aയിലും, ലെവൽ 2 ആണെങ്കിൽ ഇപ്പിക്സ് ലെവൽ 2ൻ്റെ അപ്പൻഡിക്സ് B. ഇനി ഇത് രണ്ടുമല്ലാതെ നമ്മുടെ CPTയുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 പേജസ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സിമ്പിൾസിൻ്റെയൊക്കെ ഒരു പേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ക്വിക്ക് റെഫറൻസിനായിട്ടുണ്ട്, അതായത് ഇതിൻ്റെ എല്ലാം പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ CPTയുടെ അപ്പൻഡിക്സ് Aയിലും HCPCSൻ്റെ അപ്പൻഡിക്സ് Bയിലും തന്നെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം. ഇത്രയും 3 ഇടങ്ങളിലും നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആൻഡ് മോഡിഫയറുകൾ എന്ന് പറയുമ്പോൾ 24, 25 ആൻഡ് 57 ഈ 3 മോഡിഫയറുകൾ എന്ന് പറയുമ്പോൾ ആൻഡമിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, വേറെ ഒരു ചാപ്റ്ററിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല. ഇനി നമുക്ക് ഓരോരുത്തരുടെ എക്സ്പ്ലനേഷൻ നോക്കാം. 24, 25, 57. സോ 24ൽ വ്യക്തമായി പറയുന്നുണ്ട് അൺറിലേറ്റഡ് ആണെന്നും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണെന്നും ഞാൻ ആ പാട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഇന്നലത്തെ മോഡിഫയറുകളിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്. ഒരു സർജറിക്ക് ശേഷമുള്ള 90 ഡേയ്സ് അല്ലെങ്കിൽ 3 മന്തിനെയാണ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയണത് അല്ലേ. അപ്പോൾ 24 എന്ന് പറയുന്നൊരു മോഡിഫയർ ആൻഡമിൻ്റെ കൂടെ ഉപയോഗിക്കണമെങ്കിൽ ഒരു സർജറി കഴിഞ്ഞ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ അൺറിലേറ്റഡ്, കഴിഞ്ഞ സർജറിയുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിനായിരിക്കണം ചെക്കപ്പിന് വരുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡുമായിരിക്കണം, പോസ്റ്റ് ഓപ്പറേറ്റീവും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചെക്കപ്പിന് വന്നാൽ ആ ആൻഡം കോഡിൽ നിങ്ങൾക്ക് 24 ഇടാം. അവിടെ ഒരു കോഡ് ആപ്ലിക്കബിൾ ആയാലും മതി, അതായത് ഒന്നിൽ കൂടുതൽ ആൻഡം വേണമെന്നില്ല. കാരണം അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെക്കപ്പിന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിംഗിൾ കോഡ് മതി 24 കൊടുക്കാനായിട്ട്. സെക്കൻഡ് മോഡിഫയർ 25 ആണ്. 25ൻ്റെ അവിടെ ഓൺ ദ സെയിം ഡേ എന്ന് പറയുന്നുണ്ട്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 25 മോഡിഫയർ കൊടുക്കണമെങ്കിൽ മിനിമം അവിടെ 2 കോഡ്സ് വേണം. അത് 2 ആൻഡം ആവാം, അല്ലെങ്കിൽ ആൻഡം വിത്ത് മറ്റൊരു പ്രൊസീജിയർ കോഡാകാം, അതിൽ പ്രോബ്ലം ഇല്ല. പക്ഷേ 2 കോഡ്സ് കമ്പൽസറി ആയിട്ട് അവിടെ വേണം. മിനിമം ഓഫ് 2 കോഡ്സ് അവിടെ കമ്പൽസറി ആണ്. ഒരു സിംഗിൾ കോഡ് ഓപ്ഷനിൽ 25 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. കാര്യം എന്താണ്, ഒരു ദിവസം 2 ആൻഡം സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈബിൾ ആയിട്ടുള്ള 2 ആൻഡം സെക്ഷനുകളിലോ അല്ലെങ്കിൽ ആൻഡം വരുന്നു അന്നൊരു പ്രൊസീജിയറും കൂടെ ചെയ്യുന്നു. ഈ 2 കാറ്റഗറിയാണ് നമുക്ക് ആൻഡം 25ന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ OPയിൽ വരുന്ന ഒരാളെ അഡ്മിറ്റ് ആക്കുന്നു, ഇറ്റ് മീൻസ് OP to IP ആണല്ലോ, അവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റൽ കോഡ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്ന ഡിപ്പാർട്ട്മെൻറ്റ് 25 ഇട്ടിട്ടേ സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൻഡമിൽ വരികയും അതിനുശേഷം അന്ന് തന്നെ ഒരു പ്രൊസീജിയർ ചെയ്യുകയും ചെയ്താലും ആൻഡം 25 ഇട്ടിട്ട് മാത്രമേ ആ പ്രൊസീജിയർ കൊടുക്കാൻ പാടുള്ളൂ. സോ സെയിം ഡേ 2 ആൻഡം വന്നാലും ഇനിഷ്യൽ ആൻഡമിൽ 25 കൊടുക്കണം. സെയിം ഡേ ആൻഡം വിത്ത് ഒരു പ്രൊസീജിയർ വന്നാലും ഇനിഷ്യലി എഴുതുന്ന ആൻഡമിൽ നിങ്ങൾ 25 അപ്ലൈ ചെയ്തിരിക്കണം.
ഇനി എന്നാൽ നമ്മളിപ്പോൾ ഇത് പ്രൊസീജിയർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഡിസിഷൻ ഫോർ സർജറി മാത്രമാണ് എടുക്കുന്നതെങ്കിലോ ആ വരുന്ന ആൻഡം കോഡിൽ നിങ്ങൾക്ക് 57 അപ്ലൈ ചെയ്യാം. 57ഉം അപ്പോൾ നമുക്കൊരു സിംഗിൾ കോഡിൽ അപ്ലൈ ചെയ്യാം. കാരണം ഒരു ആൻഡമിൽ ഒന്നല്ല OPയിൽ വന്നു, അവിടെ വെച്ച് ഒരു സർജറി ഡിസൈഡ് ചെയ്തിട്ട് മാത്രം പോവുക. സർജറി ചെയ്യുന്നില്ല, ഉള്ളി ഡിസിഷനാണ്. അപ്പോൾ ആ ഒരു സിംഗിൾ കോഡിൽ നിങ്ങൾക്ക് 57 കൊടുക്കാം. സോ 24ഉം 57ഉം സിംഗിൾ ആൻഡം മതി. പക്ഷേ 25ന് മിനിമം 2 ആൻഡം അല്ലെങ്കിൽ ഒരു ആൻഡം വിത്ത് മറ്റൊരു പ്രൊസീജിയർ കോഡ് വേണം. സോ മിനിമം 2 ഓപ്ഷൻ ഉള്ളിടത്തെ മിനിമം 2 കോഡുകളുള്ള ഓപ്ഷനിലേ നമ്മൾ 25 യൂസ് ചെയ്യാവും. ഒരു സിംഗിൾ കോഡിൽ 25 ഇട്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റൂൾ വെച്ചിട്ട്. ഇപ്പോൾ ഈ മോഡിഫയറുകൾ ഉപയോഗിച്ച് ഇനി എലിമിനേഷൻ ചെയ്യാനുള്ള കുറച്ച് ട്രിക്സും കൂടെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ CPC ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എലിമിനേഷൻ അറിഞ്ഞിരിക്കണം. എലിമിനേഷൻ അറിയാതെ നമ്മൾ എത്ര ഗൈഡ് ലൈൻസ് പഠിച്ചാലും CPC നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എലിമിനേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം എവിടെയൊക്കെ നമുക്ക് എലിമിനേഷൻ യൂസ് ചെയ്യാമോ അതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് തന്നെ പോകണം. സോ ഞാനീ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. മിനിമം 2 കോഡ്സ് ഇല്ലാതെ 25 ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനീഷ്യലുള്ള കോഡിൽ മാത്രമേ 25 കൊടുക്കാൻ പാടുള്ളൂ. 25, 57 എന്ന് പറയുന്ന മോഡിഫയറുകൾ ഒരിക്കലും ഒരുമിച്ച് വരില്ല. ഇനി അടുത്തത്, ഈ പറയുന്ന 3 മോഡിഫയറുകളും ഈ ആൻഡമിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ. മറ്റേതെങ്കിലും ഒരു ചാപ്റ്റർ കോഡിൻ്റെ കൂടെ കണ്ടാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മോഡിഫയറുകൾ എലിമിനേറ്റ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 25ൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഫിസിഷ്യൻ ഒരു ആൻഡം വിസിറ്റും വന്നു, അതോടൊപ്പം ഒരു കാർഡിയോ വാസ്കുലർ സ്ട്രെസ് ടെസ്റ്റും ചെയ്തു. സോ നമ്മൾ ഓൾറെഡി 25ന് പഠിച്ചതാണ്, ഒരു ദിവസം ആൻഡം വിത്ത് ഒരു പ്രൊസീജിയറോ ഇല്ലെങ്കിൽ 2 ആൻഡം സെപ്പറേറ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റുകളോ വന്നാൽ 25 ഉറപ്പായിട്ടും കൊടുക്കണം എന്നുള്ളത്. സോ നമ്മൾ ആദ്യം വന്ന OPയുടെ 99214 എന്ന് പറയുന്ന കോഡ് 25 എന്ന് പറയുന്നൊരു മോഡിഫയർ ഇട്ടതിന് ശേഷം മാത്രമാണ് 93015 എന്ന് പറയുന്ന സ്ട്രെസ് ടെസ്റ്റിൻ്റെ കോഡ് കൊടുത്തിട്ടുള്ളത്. സോ വിത്തൗട്ട് ദ 25 2 കോഡുകൾ എഴുതിയാലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അതായത് ഇങ്ങനെ ഒരു വരുന്ന സമയത്ത് വിത്തൗട്ട് 25 ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്കറിയാം 25 ഇട്ടാൽ മാത്രമേ അത് കറക്റ്റ് ആകുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു റൂള്, 2 സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആൻഡം ആണെങ്കിലും 25 കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് ഞാനവിടെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ CPT ടെക്സ്റ്റിൽ ആൻഡം ചാപ്റ്ററിലെ ഇൻപേഷ്യൻ്റ് സെക്ഷനിലുള്ള ഗൈഡ് ലൈൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഏത് പറയുന്നു, ഹോസ്പിറ്റൽ, എമർജൻസി, ഓഫീസ്, നഴ്സിംഗ് ഫെസിലിറ്റിയിൽ നിന്നും അഡ്മിറ്റഡ് ആക്കിയാൽ ഇനിഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 25 കൊടുത്തിട്ട് വേണം സെക്കൻഡുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഗൈഡ് ലൈനാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു കറക്റ്റ് കട്ടിങ് പാർട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഇൻപേഷ്യൻറ്റിലുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഞാനിപ്പോഴും പറയുകയാണ്, എലിമിനേഷൻ നമുക്ക് ഗൈഡ് ലൈൻ യൂസ് ചെയ്തും മോഡിഫയർ യൂസ് ചെയ്തും കൺവെൻഷൻസ് യൂസ് ചെയ്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എലിമിനേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് CPC ഈസി ആയിട്ട് ടൈമിങ്ങിൽ തന്നെ എഴുതാൻ സാധിക്കും. സോ ഈ 3 മോഡിഫയറുകളും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. താങ്ക് യു.